ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അൺബ്ലോക്ക് ചെയ്യാനും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും വേണ്ടിയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്, റൈറ്റിംഗ് മെത്തേഡാണ്. ഇത് ടോട്ടൽ ചെയ്യേണ്ടത് 11 ഡേയ്സ് ആണ്, 11 ദിവസം. ഒരേ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും ഒരേ സമയം ചൂസ് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ള ടോപ്പിക്കിലോട്ട് ഞാൻ വരാം. അതിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾ എഴുതേണ്ട സെൻറ്റൻസ് ഇതാണ്: അവൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ള രീതിയിലാണ്. ഇനി നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷനിൽ നിന്നാണ് നിങ്ങൾ മെസ്സേജ് ആഗ്രഹിക്കുന്നത്, അൺബ്ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിലൊക്കെ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്: അവൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ചെറിയ രീതിയിലൊന്ന് മാറ്റം വരുത്തുക. പിന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അവൾ അല്ലെങ്കിൽ അവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേര് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒന്നുകൂടി പവർഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 11 തവണയാണ് എഴുതേണ്ടത്. 11 ദിവസം തുടർച്ചയായിട്ട് എഴുതണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സാക്റ്റ് റിസൾട്ട് കിട്ടും. വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആവും. ആ തോട്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് സംഭവിക്കും. അത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് അതറിയാനായിട്ട് പറ്റും. നിങ്ങൾ ഇത് ഡെയിലി 11 ദിവസം തുടർച്ചയായിട്ട് 11 തവണ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് തോട്ടായിട്ട് ഇത് മാറും, കണ്ടീഷൻ ചെയ്യപ്പെടും. അപ്പോൾ അത്തരത്തിലൊരു തോട്ട് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് റിയാലിറ്റിയിൽ വരും, അത് സംഭവിക്കും, അത് നമ്മൾ ജീവിതത്തിൽ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയിൽ എന്ത് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തോട്ടിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, വിളിക്കണം, സംസാരിക്കണം എന്നുള്ള തോട്ട്സ് അവർക്ക് മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ മിസ്സിങ് കൂടി വരുന്ന സമയത്ത്, സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അൺബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം, പതിയ രീതിയിൽ ചാറ്റ് ചെയ്ത് തുടങ്ങാം. പഴയ കാര്യങ്ങളൊന്നും എടുത്തിടാതിരിക്കുക. പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഒരിക്കലും വീണ്ടും ആ ചാറ്റിങ് തുടങ്ങുമ്പോൾ പഴയ കാര്യങ്ങൾ എടുത്തിടരുത്. ഓക്കെ, പുതിയ രീതിയിൽ നല്ല രീതിയിൽ ചാറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ധാരാളം ടെക്നിക്കുകളും മാനിഫെസ്റ്റേഷൻ റിച്വൽസൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, 21 ഡേയ്സ്. അപ്പോൾ അതിൽ നമ്മൾ ധാരാളം ടെക്നിക്കുകളൊക്കെ പഠിക്കുന്നുണ്ട്. ആ ടെക്നിക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഒരിക്കലും നമ്മളെ വിട്ടുപോകത്തില്ല. ആ വ്യക്തിയുമായിട്ട് നമുക്ക് നല്ല കെമിസ്ട്രി ഉണ്ടാവും, ഇൻറ്റിമസി ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ റിലേഷൻഷിപ്പിലെ എല്ലാ മൊമെൻറ്റ്സും നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും അതൊരു മെമ്മറി ആയിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുകയും ചെയ്യും. അങ്ങനെ ഓരോ നിമിഷവും ആസ്വദിക്കുന്ന നല്ല ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങൾ എത്ര വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വിളിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.